ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുഹൈൽ അരിക്കല. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഖത്തറിലെ സുബാറ എന്നൊരു സ്ഥലത്താണ്. സുബാറ എന്ന സ്പോട്ടിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഈ കാണുന്ന ഈ ഒരു ഡിസൈൻ. ഇതിൻ്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ ഷാഡോ ട്രാവലിംഗ് ഓൺ ദ സീ ഓഫ് ദ ഡേ എന്നാണ് ഈ ഒരു ഡിസൈനിങ്ങിൻ്റെ പേര്. ഇത് ഉണ്ടാക്കിയൊരു ഒരു ഡിസൈനറാണ് ഒലിഫർ ഇല്യാസൺ എന്നൊരു ഡിസൈനറാണ് ഈ ഒരു ആർട്ട് ഫോം ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഇത് നിൽക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഇത് ഈ ഫുള്ള് ഇത് മരുഭൂമി പോലെ കിടക്കുന്നതാണ്. ഒന്നുമില്ല, ഒരു മച്ചപ്പോ മരമോ ഒന്നുമില്ലാത്തൊരു ഏരിയ. ഈ ഏരിയയുടെ നടുക്ക കൊണ്ടുവന്ന് കാണാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചത്. ഈ ഡിസൈൻ്റെ അടിയിൽ ഏത് ടൈമിൽ വന്നാലും നല്ല തണുപ്പാട്ടിൽ ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നോക്കുകയാണ് എന്താ ലുക്ക് അറിയാം. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെ വെച്ചാൽ ഫോർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഡിസൈൻ്റെ ഈ ഇത് കാണും, ഈ ഗ്ലാസിൻ്റെ ഇത് കാണും. അത് കാണുന്നതിൻ്റെ മുന്നേ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഗേറ്റ് നമുക്ക് കിട്ടുക. അതേ ഇവിടെ കാണുന്ന ഈ ഒരു ഗേറ്റാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ഗേറ്റ്. കാരണം അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതേപോലെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇഡ്ഡലി. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള വയ്യന്നെ രണ്ട് സൈഡിൽ കല്ലൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഡിസൈനിൽ സെറ്റ് ചെയ്തിരിക്കണേ. നമുക്ക് പോയോക്കാം. അതേ ഇതുപോലത്തെ കല്ലുണ്ടാക്കിയാണ് രണ്ട് സൈഡ് ബൗണ്ടറി. ഈ ബൗണ്ടറി കഴിഞ്ഞ് ഇതേ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയൊരു സെറ്റപ്പാണ്. അതേ കാണുക ഇതാ ഇങ്ങനെ ഈ കല്ലും കൊണ്ട് തന്നെ ഇഷ്ടിക വെച്ചിങ്ങാണ്ട് പാർക്കിങ്ങിനില്ല ഓരോ സ്പോട്ട് ഉണ്ടാക്കി. അതേ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഈ വണ്ടി പാർക്ക് ചെയ്ത് ഈ കാണുന്നത് അവിടെ ഡിസൈൻ ആയിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് നടക്കട്ടില്ല. നല്ല വെയിൽ. ഇവിടെ വേറെ വണ്ടി ഇപ്പോൾ ട്രാക്കൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാല വഴിയൊന്നും കാണില്ല. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മളെ ഇതിൻ്റെ അവിടെ എത്തിയിട്ടില്ല, ഈ ഡിസൈനിൻ്റെ അവിടലോട്ട് എത്തി. ഇതേ കാണുന്ന സാധനം ഐസ്ലാൻഡിക് ഡാനിസ്റ്റ് ആർട്ടിസ്റ്റായ ഒലിഫർ ഇല്യാസൻ ഖത്തറിൽ പുതുതായി നിർമ്മിച്ചൊരു വേറിട്ട ഇൻസ്റ്റാളേഷനാണ് ഈ കാണുന്ന ഷാഡോ ട്രാവലിംഗ് ഓൺ ദ സീ ഓഫ് ദ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഡിസൈൻ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ 20 ഷെൽട്ടറുകളാണുള്ളത്. 3 ഡബിൾ റിംഗ് ആയിട്ടും 2 സിംഗിൾ റിംഗ് ആയിട്ടും ബാക്കിയെല്ലാം മുകളിൽ കണ്ണാടി ചില്ലിൻ്റെ ഡിസൈനുള്ളതായിട്ടുള്ള ഷെൽട്ടറുകളാണ്. കാണുന്ന ഈ ഷെൽട്ടറുകളെല്ലാം ഇങ്ങനെ ചിന്നിച്ചെതറിയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം ഒന്നിനോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. സെൻറ്ററിൽ കാണുന്ന ഈ 10 ഷെൽട്ടറുകൾ തമ്മിൽ അറ്റാച്ച്ഡാണ്. ആ 10 ഷെൽട്ടറിൻ്റെ സെൻറ്ററിലൂടെ ഒരു പെൻഡഗൺ രൂപത്തിലൊരു ഹോള് നമുക്ക് കാണാം. ഈ ഹോളിലൂടെ മുകളിൽ നിന്ന് വരുന്ന സൺലൈറ്റ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നതായിട്ടും നമുക്ക് കാണാം. ഖത്തറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 2022 ഉണ്ടാക്കിയതാണ് ഈ ആർട്ട് രൂപം. ഇതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഇവിടെ ഓപ്പൺ ആയി തുടങ്ങിയിട്ട്. ഇതിൻ്റെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പെയിൻറ്റഡ് സ്റ്റീൽ. ഇത് പെയിൻറ്റഡ് സ്റ്റീലാണ്. പിന്നെ അതേപോലെ തന്നെ ഫൈബറിൻ്റെ മെറ്റീരിയൽ, ഇതുപോലെ മിറർ, ഇങ്ങനത്തെ 3-4 മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആർട്ട് രൂപത്തിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടില്ല, നല്ല സുഖമായിട്ടില്ല. ഈ മരുഭൂമിയിൽ ചുട്ട് വെയിലത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമായിട്ട്. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. ഇങ്ങോട്ട് ഈ സുബാറ പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരാൾ 2 ഒട്ടകം കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി ഓൺലി, മാഫി ഇംഗ്ലീഷ് മാഫി. ആൾക്ക് അറബി അല്ലാതെ ഒന്നും അറിയില്ല, നമുക്ക് അറബി മാത്രം അറിയില്ല. ഇത് ഇവിടെ 2 സൈഡാക്കിയിട്ടുണ്ട്. എൻ്റെ ഇതൊക്കെ ഫ്രണ്ട് ഇതൊക്കെ മുഖമൊക്കെ അടച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഒട്ടകങ്ങൾ കടിക്കും. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇത് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതിലെ കറങ്ങുന്ന ടീംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത് അറിയാം. ഹിയോ കാലൊക്കെ പോകും, കാല് വലിഞ്ഞടാ. ഇത് എവിടെടാ പിടിക്കുക? ഇതൊരു ബാക്കൊക്കെ മറിച്ചിലുണ്ട്. ഇത് കടിച്ചൂടാ. ഓയ് ഹൈ ഓയ് ഓയ്, കൊള്ളാം. ഹലോ മോഞ്ഞേ, ഇത് വല്ലതും കാട്ടൂടാ. വരല്ലേ അടുത്തേക്ക് വരല്ലേ. ഈ റെയ്ഡ് സമയത്ത് നല്ല സുഖം അതിൻ്റെ മുകളിലിരിക്കാൻ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഈ ആർട്ട് ഡിസൈനിൻ്റെ ബാക്കിൽ വരുന്ന സമയത്ത് നല്ല ചൂടായിട്ടില്ല. ഇതിൻ്റെ ബാക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ലൊരു കുളിരും, നല്ല സുഖമാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ടൈം ഇരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫുഡ് ഉണ്ടാക്കാനോ തീ കത്തിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പാടില്ല എന്നുള്ളൊരു
ബോർഡ് അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ആർട്ട് വർക്കിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് വരുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് കാരണം ഈ റോഡിൻ്റെ സൈഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. മെയിനായിട്ട് ഇവിടെ സുബാറ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് മെയിനായിട്ടുള്ളത്. 1930 കാലഘട്ടങ്ങളിൽ ഒരു അൽത്താനി രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി തുടങ്ങിയ ഒരു ഫോർട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് ഏകദേശം രാജ്യത്തിൻ്റെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഏകദേശം ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ മിറേഴ്സും കാര്യങ്ങളും ഉണ്ട്. ചില സ്ഥലത്ത് ഇതേപോലത്തെ പ്ലെയിൻ ഫ്രെയിം വർക്ക് മാത്രമേ ഉള്ളൂ. ചില ഏരിയയിൽ അതുപോലത്തെ സിംഗിൾ ഫ്രെയിം വർക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പാർക്കിംഗ് വരെ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് തരാം. ആൾക്ക് ചെറിയൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പാർക്കിംഗ് കുറച്ച് ലോങ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് കറക്കിയതാണ് ഈ ഒരു സാധനം കിട്ടിയ സമയത്ത്. അല്ലാ, അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ ചൂട് പറയും, ഭയങ്കര വെയിലിട്ടില്ല. എന്താ കൂട്ടാ ചാൻസ് കൂടുതലാണല്ലോ. വെറുതെ അല്ല ഇതിൻ്റെ മോന്ത കെട്ടിയിരിക്കുന്നു കേട്ടോ. ഇത് ചിലപ്പോൾ തലക്ക് കടിക്കും. അപ്പോൾ നമ്മൾ ഇതിമ്മന്ന് ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ ഇനി നേരെ നമ്മൾ പാർക്കിങ്ങിൽ പോയി നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനായ നമ്മളെ സുബാറ ഫോർട്ട് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.